ഹായ്, ഞാൻ ദീപ. ഇന്ന് നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ 2 വയസ്സുള്ള മോൾക്ക് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തയ്ച്ചതാണ്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന എംബ്രോയിഡറി ഒക്കെ ഉണ്ടല്ലോ, ഇത് 4 ഇഴയുള്ള നൂലിട്ടാണ് ഈ മുത്തൊക്കെ തയ്ച്ച് വെച്ചേക്കുന്നത്. എന്നേച്ച് പോലും അവൾ ഇത് ആദ്യത്തെ ദിവസം തന്നെ ഇത് വലിച്ചു പൊട്ടിച്ചു. ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുവാണ്. അപ്പോൾ കൊച്ചു പിള്ളേർക്ക് തയ്ക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ. പിന്നെ ഈ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് റോ കോട്ടൺ ആണ്. റോ കോട്ടൺ എന്ന് പറയുന്നത് റോസ് സിൽക്കിനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞ തുണിയാണ്. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 50 രൂപ തൊട്ട് 200-250 രൂപ റേഞ്ചിൽ റോ കോട്ടണിൻ്റെ തുണി കിട്ടും. അപ്പോൾ ഇതിൽ ഈ ക്രീം തുണി 110 രൂപയാണ് മീറ്ററിന്. പിന്നെ പച്ച തുണി എന്ന് പറയുന്നത് 70 രൂപയാണ് മീറ്ററിന്. അപ്പോൾ പച്ച തുണി 4.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ക്രീം തുണി 1 മീറ്ററാണ് എടുത്തേക്കുന്നത്. 2 പേർക്കും കൂടാണ് എടുത്തേക്കുന്നത്. മൂത്തയാൾ 9 വയസ്സുള്ള ആൾക്കും 2 വയസ്സുള്ള ആൾക്കും 2 പേർക്കും കൂടെ ആയിട്ടാണ് തുണി എടുത്തേക്കുന്നത്. അപ്പം ലൈനിങ് ഉൾപ്പെടെ തുണി മാത്രം ഈ 2 പേർക്കും കൂടെ 575 രൂപയാണ് അയക്കുന്നത്. അപ്പോൾ റോ കോട്ടൻ്റെ നല്ല കളക്ഷൻ നമുക്ക് കിട്ടുന്നത് ജയലക്ഷ്മിയിലൂടെ, ട്രിവാൻഡ്രത്ത് ജയലക്ഷ്മിയിലാണ് നല്ല കളക്ഷൻ. നല്ല കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറിൻ്റെ കളക്ഷനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ റോ കോട്ടൺ അങ്ങനെ കളറൊന്നും പോകത്തില്ല കേട്ടോ. ഞാൻ റോസ് സിൽക്ക് നോക്കിയിട്ട് കളർ പോയിട്ടുണ്ട്, പക്ഷേ റോ കോട്ടൺ അങ്ങനെ കളറൊന്നും പോകത്തൊന്നുമില്ല. ഇഷ്ടംപോലെ ഞാൻ എടുത്തു നോക്കിയിട്ടുള്ളതാണ്. പിന്നെന്താണ്, പാർത്താസിലും പോത്തീസിലും ഒക്കെ റോ കോട്ടൺ കിട്ടും, പക്ഷെ നമുക്ക് സെക്ഷൻ വൈസ് വെച്ചേക്കുന്നത് ജയലക്ഷ്മിയിലാണ്. അതുകൊണ്ട് അവിടെ നിന്നാണ് ഞാൻ ഈ റോ കോട്ടൻ്റെ തുണി എടുക്കുന്നത്. പിന്നെന്താ പറയാനുള്ളത്? അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ തയ്യലിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് തയ്ച്ചു തുടങ്ങാം. ആദ്യം നമുക്ക് കഴുത്ത് തയ്ക്കാം. ഇതിപ്പോൾ കൈയില്ലാത്തതാണ്, അതുകൊണ്ടിപ്പോൾ ഞാൻ ഈ കഴുത്തിൻ്റെ ഈ ഒരു പോർഷനും 2 കൈയും അങ്ങ് അടിച്ച് ചേർക്കുവാണ്. ഇതിപ്പോൾ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമ്മൾ കഴുത്തും അതിൻ്റെ കൈയും യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഷോൾഡർ യോജിപ്പിക്കാൻ പോവാണ്. ഷോൾഡർ യോജിപ്പിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ 2 പോർഷനെയും ഫേസ് ടു ഫേസ് വയ്ക്കുക. നല്ല വശം 2 ഫേസ് ടു ഫേസ് വയ്ക്കുക. എന്നുവെച്ച് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം ഇങ്ങനെ നോക്കി വെച്ച് ഇത് 2ഉം ഫേസ് ടു ഫേസ് വെച്ച് ഇതിലെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബാക്ക് സൈഡ് ആണെങ്കിൽ ബാക്ക് സൈഡ് തിരിച്ചെടുക്കുക, അതായത് തിരിച്ച് കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ലൈനിങ് 2ഉം ഒരു വശത്തേക്കും കണ്ടോ, ലൈനിങ് 2 ഒരു വശത്തേക്കും തുണി, അതായത് മെയിൻ ഫാബ്രിക് 2 ഒരു വശത്തേക്കും വരും. എന്നുവെച്ച് തയ്ച്ചെടുക്കുക. ഇതിപ്പോൾ നോക്കിയാൽ 2ഉം നല്ലോണം, അതായത് അതിൻ്റെ സീമൊന്നും പുറത്ത് കാണാതെ തന്നെ ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലും അതിൻ്റെ സീമൊന്നും പുറത്ത് കാണത്തില്ല.
അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇത് രണ്ടും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരിക. അതിലേതെങ്കിലും ഒരു പോർഷൻ നമ്മൾ ഇതിനകത്തൂടെ കൈയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. അതായത് തിരിച്ചെടുക്കുക. ഒരെണ്ണം ഇതിനകത്ത് വെച്ച് തന്നെ ഇത് തിരിച്ച് അകത്തൂടെ എടുക്കുക. ഇത് രണ്ടും ലെവലാക്കി കൊണ്ടുവരിക. ഇതിപ്പോൾ മെയിൻ ഫാബ്രിക് രണ്ടും ഒരു സൈഡിലും ഇതിൻ്റെ ലൈനിങ് രണ്ടും ഒരു വശത്തും വരും. എന്നിട്ട് നമ്മൾ ഒരുമിച്ചാക്കുക. അങ്ങനെ നമ്മൾ ഷോൾഡർ സീം പുറത്ത് കാണാതെ നമ്മൾ ഷോൾഡർ യോജിപ്പിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കൂടെ ഒരു തയ്യൽ കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ താഴത്തെ ബോട്ടം പോർഷൻ യോജിപ്പിക്കാൻ പോവാണ്. നമ്മുടെ യോക്ക് പോർഷൻ ആയിട്ടുണ്ട്. അപ്പോൾ യോക്ക് പോർഷൻ്റെ ഈ ഇങ്ങനെ പിഞ്ചി പോകുന്ന ഈ പോർഷനെല്ലാം ഞാനൊന്ന് 6 ആക്സ് സ്റ്റിച്ചിട്ട് തയ്ച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ പിഞ്ചുന്ന ആ ഒരു പോർഷനെല്ലാം ഞാൻ 6 ആക്സ് സ്റ്റിച്ചിട്ടൊന്ന് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഈ താഴ്ഭാഗവും ഒക്കെ ഒന്ന് അങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പച്ച കളറിലെ തുണിയാണ് നമ്മൾ മുകളിലോട്ട് തയ്ച്ചു പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ 4.25 മീറ്റർ ഫുൾ ലെങ്ത്തിൽ 17 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ആ 4.25 എന്താണ് പറയേണ്ടത്, 4.25 മീറ്റർ ഫുള്ള് ഞാൻ നേരെ രണ്ടായിട്ട് മുറിച്ചെടുത്തു. അതായത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനുമായിട്ട്. അപ്പോൾ 4.25 മീറ്റർ രണ്ടായിട്ട് മുറിച്ചെടുക്കുമ്പോഴത്തേക്കും എത്ര വരും? ഏതാണ്ടൊരു 2.10 മീറ്റർ ഫ്രണ്ടിലും 2.10 മീറ്റർ ബാക്കിലും കിട്ടും. ഇനി ആ 2.10 മീറ്റർ ബാക്കിൽ വരുന്നതിനെ പിന്നെയും രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇത് കണ്ടോ, ഇത് നമ്മൾ ബാക്കിൽ 2 പോർഷനായിട്ട് മുറിച്ചിട്ടേക്കുക സിബ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അങ്ങനെ മുറിച്ചിട്ടേക്കുക. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ അതൊരു 3 പീസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് എന്താണ് പറയേണ്ടത്, ഇനി നമുക്കിതിൽ ഗ്യാദറിങ് കൊണ്ടുവരാനുണ്ട്. അതായത് ചെറിയ ചുരുക്ക് ഇട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാണി ഒരു 5-ലിട്ടിട്ട് അല്ലോ സ്റ്റിച്ച് ലെങ്ത് ഒരു 5-ലിട്ടിട്ട് നമ്മളിതിൻ്റെ ഈ ഒരു അരികത്തൂടെ ഒന്ന് തയ്ച്ചെടുക്കും. എന്നുവെച്ചാൽ നമ്മൾ ഇതിൻ്റെ അടിയിലത്തെ സ്റ്റിച്ച് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈവൻ ആയിട്ടുള്ള നമുക്ക് ചുരുക്ക് കിട്ടും. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ യോക്കിലേക്ക് ഇത് തയ്ച്ചു പിടിപ്പിക്കുന്നത്. ചുരുക്ക് ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കത് ചെയ്യും. ഇതിപ്പോൾ സ്റ്റിച്ച് ലെങ്ത്ത് ഞാൻ 5 ഇട്ടിട്ട് എവിടേക്കാണോ നമ്മൾ തയ്ച്ച് യോജിപ്പിക്കാൻ പോകുന്ന ആ പോർഷനിലാണ് നമ്മൾ സ്റ്റിച്ച് ലെങ്ത്ത് 5 ഇട്ടിട്ട് ഒരു ബിഗർ സ്റ്റിച്ച് നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ഒരു സ്റ്റിച്ച് ലോക്ക് ഇട്ടിട്ട് വേണം മുന്നോട്ട് തയ്ച്ച് പോകാനായിട്ട്. ഇവിടെയും ഇതുപോലെ തന്നെ ഞാനൊരു 6 ആക്സ് സ്റ്റിച്ച് ഇട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ പിഞ്ചി പോകുന്ന ആ ഒരു പോർഷനിൽ. അപ്പോൾ ഈ ഒരു ഇവിടെ എത്തുമ്പോൾ സ്റ്റിച്ച് നമ്മൾ ലോക്ക് ചെയ്യേണ്ടതില്ല. ഇതിങ്ങനെ എടുത്ത് വെച്ച് നമുക്ക് ഇതിൻ്റെ ഈ അടിവശത്തെ സ്റ്റിച്ച് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, സൂക്ഷിച്ച് പതുക്കനെ വലിക്കണം. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ നമുക്ക് ചുരുക്ക് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ പതുക്കനെ വലിച്ച് ആ ചുരുക്ക് കറക്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് യോക്കിലേക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലത്തെ നൂലാണ് വലിക്കേണ്ടത്. മുകളിലത്തെ നൂല് വലിച്ചു കഴിഞ്ഞാൽ ഇത് കയറി കുരുങ്ങും. പിന്നെ നമുക്ക് വലിച്ചാൽ ഇത് കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അടിയിലത്തെ നൂല് തന്നെ വലിച്ചു കൊടുക്കണം.
കണ്ടോ, ഇതിപ്പോൾ നമുക്ക് അടുത്തടുത്ത് വളരെ ചെറിയ ചെറിയ ചുരുക്കുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ യോക്കിലേക്ക് വെച്ച് തയ്ച്ചു പിടിപ്പിക്കും. ഇതിപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ചുരുക്കാണ്. അപ്പോൾ നമുക്ക് യോക്ക് എടുത്തേച്ച് ഇതിൻ്റെ നല്ല വശം ഫേസ് ടു ഫേസ് വെച്ചിട്ട് തിരിച്ച് വെച്ച് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ തന്നെ അങ്ങ് തിരിച്ച് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ വേണമെന്നുള്ളവർക്ക് ഇതൊന്ന് പിന്ന് കുത്തിയിട്ട് ഒരു മുട്ട സൂചി വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കാവുന്നതാണ്. കാരണം ഇങ്ങനെ വെച്ച് നമുക്ക് അങ്ങ് തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ യോക്കിലേക്ക് ബോട്ടം പോർഷൻ എല്ലാം തയ്ച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ബോട്ടം മെയിൻ ഫാബ്രിക്കും തയ്ച്ചു പിടിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ ലൈനിങ്ങും തയ്ച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പോർഷനും, അതായത് ഈ 3 പോർഷനിലും തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള പോർഷനെല്ലാം ട്രിം ചെയ്തേച്ച് അതൊന്ന് 6 സ്റ്റിച്ചിട്ട് അതൊന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ സിബ് പോർഷൻ അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ്, സിബ് അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സിബ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കുക. ഇതിപ്പോൾ താഴത്തെ ഈ സിബിൻ്റെ ഈ പോർഷനിലെ തയ്യൽ സെയിം കളർ, പച്ച കളർ യൂസ് ചെയ്തിട്ട് അടിവശം ഒന്ന് മടക്കി തയ്ക്കുന്നുണ്ട്. അന്നേരത്തേക്കും ഇത് തയ്ച്ചെടുക്കാം. ഈ ബാക്ക് തൈക്ക് വേണ്ടിയിട്ട് ഒരു 1 മീറ്റർ നീളത്തിൽ ഇത്രയും വീതിയിൽ തുണി എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ മടക്കി അടിക്കാം. ഒരു സൈഡ് ക്ലോസ്ഡ് ആയിട്ടും മറ്റേ സൈഡ് തുറന്നിട്ടുമാണ് അത് തയ്ച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഇൻസൈഡ് ഔട്ട് ആക്കി എടുക്കാം. ഇനി ഇതുപോലെ നീളമുള്ളൊരു കമ്പോ പേനയോ എല്ലാം യൂസ് ചെയ്തിട്ട് ബാക്ക് ആയി. ഇനി ഇത് രണ്ടും നമുക്ക് 2 സൈഡും അങ്ങ് യോജിപ്പിച്ചെടുക്കാം. അതിനിത് നല്ല വശം അകത്തേക്കാക്കിയിട്ട് ഈ കൈയുടെ ഭാഗത്തു നിന്ന് ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടത്. അപ്പോൾ 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് വിട്ടേച്ച് തയ്ച്ചങ്ങ് പോരുക. ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ബാക്ക് ടൈ കൂടെ യോജിപ്പിച്ച് പോരുക. ബാക്ക് ടൈ വെക്കുമ്പോൾ ഈ തയ്യൽ വന്ന ഭാഗം താഴോട്ടാക്കി വേണം വെക്കാൻ. തയ്യൽ വന്ന ഭാഗം താഴോട്ട് ആക്കി ഇതാ ഇങ്ങനെ വേണം വെക്കാനായിട്ട്. ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വേണം വെക്കാനായിട്ട്. അതായത് ഇതിൻ്റെ ഈ ജോയിനിങ് എവിടെയാണോ വരുന്നത് അതിന് തൊട്ട് മുകളിലായിട്ട് നേരെ വെച്ച് വേണം തയ്ച്ചങ്ങ് പോരാനായിട്ട്. ഇനി മെയിൻ ഫാബ്രിക് രണ്ടും ആദ്യം യോജിപ്പിക്കുക. ലൈനിങ് ഒന്ന് മാറ്റി വെച്ച് മെയിൻ ഫാബ്രിക് രണ്ടും ആദ്യം യോജിപ്പിച്ച് പോരുക. അതിനുശേഷം ലൈനിങ് കൂടെ ചേർത്തിട്ട് മാളിന്ന് ഒരു അടിയും കൂടെ അടിച്ച് പോവാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ യോജിപ്പിക്കുക.
ഇതിപ്പോൾ ഫ്രോക്ക് മുഴുവനായിട്ടും തയ്ച്ചു കഴിഞ്ഞു, 2 സൈഡും അടിച്ചു. ഇതിൻ്റെ ബോട്ടം പോർഷൻ ആണെങ്കിലും മടക്കി അടിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ സിബിൻ്റെ ആ പോർഷൻ അവിടെയും എൻ്റെ തയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലൊരു ചെറിയ ബോ തയ്ക്കാനായിട്ട് ഞാൻ ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു തുണി എടുത്തേക്കുവാണ്. എന്നുവെച്ച് ഇതിങ്ങനെ വെച്ച് ഇവിടം വരെ തയ്ച്ച് നിർത്തിയിട്ട് പിന്നെ ബാക്കി തയ്ക്കുകയാണ്. ഇത്രയും പോർഷനിൽ ഞാൻ തയ്യൽ ചെയ്തിട്ടില്ല. ഇനി ഇതാ ഇങ്ങനെ വെക്കുകയാണ്. ഇത് നേരെ നടുക്ക് വരത്തക്ക രീതിയിൽ വെച്ചേച്ച് ഈ 2 സൈഡ് ഞാൻ തയ്ച്ചെടുക്കുവാണ്. ഇവിടെ ഒന്ന് ചെറിയ നോച്ച് കൊടുത്തിട്ട് ഇത് ഇൻസൈഡ് ഔട്ട് ചെയ്തെടുക്കുവാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് വശത്തുനിന്നാണോ നമുക്ക് ഒരു ബോ പോലെ വേണ്ടത് അതുപോലെ അങ്ങനെ ആക്കി നമുക്ക് എടുക്കാം. ഇങ്ങനെ ആക്കുമ്പോൾ ഒരു ബോ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു ബോ ഷേപ്പായിട്ടുണ്ട്. നമുക്ക് തയ്ച്ചു പിടിപ്പിക്കുന്നതാണ് നല്ലത്. അത് കൈ കൊണ്ട് തയ്ച്ചു പിടിപ്പിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്ന് തയ്ച്ചെടുക്കാം.